ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ തോട്ട്സിലേക്ക് സ്വാഗതം. ഈ ശനിയാഴ്ച ബഡ്ജറ്റ് വരാണ്. ബഡ്ജറ്റിൽ ഒരുപാട് സെക്ടറിന് ഫേവറബിൾ ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന നല്ല അലോക്കേഷൻസ് കൊടുക്കാൻ സാധ്യതയുള്ള സെക്ടറാണ് റെയിൽവേയിൽ പ്രത്യേകിച്ചും കവച് സിസ്റ്റത്തിൽ. ആക്ച്വലി കഴിഞ്ഞ ആഴ്ചയും ഒരു കൊളീഷൻ നടന്നിട്ടുണ്ട് ട്രെയിൻ തമ്മിൽ. സോ ഡെഫിനറ്റായിട്ടും ഗവൺമെൻറ് നല്ലൊരു ഫണ്ട് ഈ ഒരു സെക്ടറിനെ അലോക്കേറ്റ് ചെയ്യുന്ന സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കവച് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം കൂടുതൽ എമൗണ്ട് അലോക്കേറ്റ് ചെയ്യും, കൂടുതൽ കോൺസെൻട്രേഷൻ കവച് സിസ്റ്റത്തിൽ കൊടുക്കും, എൻറ്റയർ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൽ കൊടുക്കും. കഴിഞ്ഞ ബഡ്ജറ്റിൽ അത്ര അലോക്കേഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 2025 ബഡ്ജറ്റിൽ നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാം. സോ കവച് സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാവിയിൽ ട്രെയിൻ തമ്മിൽ ഇടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോളിങ് സിസ്റ്റമാണ് കവച് സിസ്റ്റം. സോ അതിൽ ഇത്രയും കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് അവർ കൊടുക്കുന്നത്, ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ അതിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ സ്റ്റോക്കുകൾക്കും നല്ലൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആക്ച്വലി കവച് സിസ്റ്റത്തിൽ ഡയറക്റ്റ്ലി ബെനിഫിറ്റ് ചെയ്യുന്ന 3 കമ്പനീസാണുള്ളത്: കെർണസ് മൈക്രോ സിസ്റ്റം, HBL പവർ സിസ്റ്റം. അത് കഴിഞ്ഞാൽ വേറൊരു കമ്പനി ഉണ്ട്, അത് റീസെൻ്റ്ലി IPO വന്ന കമ്പനിയാണ്. ആ കമ്പനിയാണ് ഞാൻ ഇന്ന് ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു സ്റ്റോക്കായിട്ട്, ഭാവിയിൽ വളർച്ച സാധ്യത സ്റ്റോക്കായിട്ട് സെലക്ട് ചെയ്തത്. ആ കമ്പനീൻ്റെ പേര് ക്വാഡ്രൻറ്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ്. IPOന് അപേക്ഷിച്ച് ബാക്കിയുള്ള ആൾക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. 100% റിട്ടേണും കൊടുത്ത സ്റ്റോക്കാണ് ക്വാഡ്രൻറ്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ്. 620 ലെവലിലേക്കാണ് ആ സ്റ്റോക്ക് പോയി. അതിന് ശേഷം ഈ എൻ്റയർ മാർക്കറ്റ് നിന്ന് കറക്ഷൻ 520 ലെവലിലേക്ക് വന്ന് കിടക്കുന്നുണ്ട്. സോ നോക്കി എൻ്റർ ചെയ്താൽ മതി, കാരണം ഇത് മാർക്കറ്റ് കണ്ടീഷൻസ് വളരെ മോശമാണ്. ഈ ഒരു ബുൾ മാർക്കറ്റിൽ നിന്ന് മാറി ബെയർ മാർക്കറ്റിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടേം ബെറ്റ് തന്നെയാണ്, 100% ലോങ് ടേം ബെറ്റാണ് ഈ ഒരു സിസ്റ്റത്തിൽ. കവച് സിസ്റ്റത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത ഈ 2 കമ്പനിയെക്കാട്ടും ചീപ്പായിട്ട് അവൈലബിൾ സ്റ്റോക്കാണ് ഈ ക്വാഡ്രൻറ്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് എന്ന കമ്പനി. സോ റീസെൻ്റ് ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കാണ്. ഇതിൽ ഗവൺമെൻറ് 10,000 കിലോമീറ്റേഴ്സിൽ കവച് ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഈ ടെൻഡർ വിളിക്കാൻ പോവുകയാണ്. സോ ഈ 3 കമ്പനിക്കും ബെനിഫിറ്റ് ചെയ്യും. പിന്നെ 3 കമ്പനിക്ക് ബെനിഫിറ്റ് അതിന് കൂടെ തന്നെ ഇൻഡയറക്റ്റ്ലി ബെനിഫിറ്റ് ചെയ്യുന്ന കമ്പനീസാണ് റെയിൽടെല്ലും അതുപോലെ തന്നെ ഇർക്കോണൊക്കെ തന്നെ, RVNL ഒക്കത്തിനും ഇൻഡയറക്റ്റ്ലി കിട്ടും. പക്ഷേ ഈ പ്രാവശ്യം കൂടുതൽ അലോക്കേഷൻ എൻ്റെ റെയിൽവേ സെക്ടറിന് കൊടുക്കുമ്പോൾ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കവച് സിസ്റ്റത്തിനായിരിക്കും. സോ കവച് സിസ്റ്റത്തിലുള്ള കമ്പനീസിനെ ഡയറക്റ്റ് നോക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. റെയിൽടെല്ലിന് ചാൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഡയറക്റ്റ് പ്ലെയേഴ്സിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് ക്വാഡ്രൻറ്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് എന്ന കമ്പനി. മറ്റ് 2 കമ്പനി കമ്പയർ ചെയ്യുമ്പം അവരെ ഇപ്പോൾ ബിസിനസ് ഒരു വ്യത്യസ്തമായിട്ടൊരു ബിസിനസ് ആണ് അവർ കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് ഭാവിയിൽ ശരിക്കും ഒരു റിട്ടേൺ തരാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് ക്വാഡ്രൻറ്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് എന്ന കമ്പനി. സോ കവച് സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഹൈടെക് സിഗ്നലിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ബ്രേക്കൊക്കെ ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസ് വരുമ്പോൾ ഡ്രൈവർ തന്നെ മിസ്റ്റേക്ക് പറ്റിയ വരെ ഓട്ടോമാറ്റിക്കലി ബ്രേക്കിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്തിട്ട് നിർത്താനുള്ള സംഗതി, ഇങ്ങനത്തെ പല സംഗതി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കവച് സിസ്റ്റം. സോ ഈ ഒരു കമ്പനി എന്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നൊന്ന് നോക്കാം. ഈ കമ്പനി പ്രത്യേകിച്ചും ഡെവലപ്പ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ലെവൽ ട്രെയിൻ കൺട്രോളും അഡ്വാൻസ്ഡ് ലെവൽ സിഗ്നലിംഗ് സിസ്റ്റമാണ് ഈ ഒരു പെർട്ടിക്കുലർ കമ്പനി കൊടുക്കുന്നത്. സോ ഇതിനുള്ള ഇമ്പോർട്ടൻസ് ഈ ഒരു കവച് സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് പുറമെ ഇവർ കേബിൾസ് ഉണ്ടാക്കുന്നുണ്ട്. കേബിൾസ് റെയിൽവേ റോളിംഗ് സ്റ്റോക്കിന് ഉപയോഗിക്കുന്ന കേബിൾസ്, അതുപോലെ തന്നെ നാവൽ ഡിഫൻസ് ഇൻഡസ്ട്രിക്കും കൂടെ ഇവർ കേബിൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ആക്ച്വലി ഈ ഒരു പെർട്ടിക്കുലർ കമ്പനി കവച് സിസ്റ്റം റെയിൽവേയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് എങ്കിലും ഡിഫൻസ് സെക്ടറിലും കൂടെ ചെറിയൊരു പെർസെൻറ്റേജ് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി. ചെറിയ പെർസെൻറ്റേജ് അല്ല, 77% റവന്യൂ അവർക്ക് കിട്ടുന്നത് റെയിൽവേ നിന്നാണെങ്കിലും ബാക്കി 23% അവർക്ക് ഡിഫൻസ് സെക്ടറിൽ നിന്ന് കിട്ടുന്നുണ്ട്.
ഇപ്പോൾ കമ്പനി മാനേജ്മെൻറ്റ് പറഞ്ഞാൽ അവർ എക്സ്പോസ് ഡിഫൻസ് കൂട്ടുമെന്നും പറയുന്നുണ്ട്. സോ ഡിഫൻസ് പ്ലസ് റെയിൽവേസ് രണ്ടിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു കമ്പനിയാണ് ക്വാഡ്രൻറ്റ്. സോ പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികൾ എന്താണെന്ന് വെച്ചാൽ അവർ സോളാർ കേബിൾസും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ EV കേബിൾസും അവർ മാനുഫാക്ചർ ചെയ്യാനുള്ള എല്ലാ പദ്ധതി ഇട്ട് കളഞ്ഞിട്ടുണ്ട്. സോ അടുത്ത സ്പേസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോളാറും ബോത്ത് EV രണ്ടിലും ഇവർ കേബിൾ മാനുഫാക്ചർ ചെയ്യാനുള്ള പരിപാടി ഇട്ടിട്ടുണ്ട്. അത് ഓൾറെഡി ഓൺ ദ വേർജ് ഓഫ് സ്റ്റാർട്ടിംഗ് ആണ്. സോ വിത്തിൻ 6 months കംപ്ലീറ്റ് ആവുമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ സ്പെഷ്യാലിറ്റി കേബിൾസും ഹാർഡ്വെയർസും ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ട്രെയിൻ കൺട്രോൾ ആൻഡ് സിഗ്നലിംഗ് ഡിവിഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യാലിറ്റി കേബിൾസും ഹാർഡ്വെയർസും അവർ ഉണ്ടാക്കുന്നത്. സോ അതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി അവർ ബീം കേബിൾസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ട്രെയിനിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇവർ അക്കൗണ്ട് അനലിസ്റ്റിൻ്റെ അഭിപ്രായ പ്രകാരം ഈ ട്രെയിനിൻ്റെ വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യും, അതുപോലെ എനർജി എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കുമെന്ന് പറഞ്ഞു. സോ 50 കിലോഗ്രാം പെർ കോച്ച് കുറയുന്നു പറയാം. അങ്ങനെ 500 കിലോഗ്രാം പെർ കോച്ച് കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ട്രെയിനിൻ്റെ മേലെ 10,000 kg കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് ഓൾറെഡി സ്റ്റഡി ചെയ്തിട്ട് ഓക്കെ ആക്കിയ സംഗതിയാണ്. ഇതിൽ വേറെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ സംഭവിക്കുകയാണ്, ഈ പറഞ്ഞമായി തന്നെ 10,000 kg പെർ ട്രെയിനിന് വെയിറ്റ് കുറയാൻ സാധിക്കുകയാണെങ്കിൽ ഇതൊരു മാൻഡേറ്ററി ആക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഗവൺമെൻറ് പറയും ഈ ഒരു പെർട്ടിക്കുലർ ബീം കേബിൾസ് യൂസ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ ഭാവിയിൽ പല കമ്പനീസ് എൻ്റർ ചെയ്തേക്കാം. പക്ഷേ ഇതിൽ മോണോപ്പൊളി ബിസിനസ് നിലയ്ക്ക് ഇതിൽ കൂടുതൽ ഓർഡർ കിട്ടാനും കൂടുതൽ അറിയപ്പെടാനും സാധ്യതയുള്ള സ്റ്റോക്കാണ്. നല്ല നെറ്റ് പ്രോഫിറ്റ് കൂടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. നല്ല മാനേജ്മെൻറ്റാണ്. സോ ഇതൊരു മാൻഡേറ്ററി ആയി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഒരു ഫ്യൂച്ചറിൽ നല്ലൊരു ഭാവി വളർച്ച കിട്ടാനുള്ള സ്റ്റോക്കാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കാം, പഠിക്കുക, മനസ്സിലാക്കിയിട്ട് ഓക്കെയാണ് തോന്നിയാൽ മെല്ലനെ എൻ്റർ ചെയ്താൽ മതി. ഓൾറെഡി 100 to 150% റിട്ടേൺ IPO കൊടുത്ത കമ്പനിയാണ്. അതുകൊണ്ട് ചിലർ സെറ്റ് ബാക്ക് വരാണെങ്കിൽ അത് ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്ത് വാങ്ങാം. ഇപ്പം തന്നെ ചാടി വാങ്ങേണ്ട. ഇത് ലോങ് ടേം പിക്കായിട്ടാണ് ഞാൻ പറയുന്നത്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനിയാണ്. സോ ഇതിലൊരു മെയിൻ കൺസേൺസ് ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കവർ സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ കമ്പനിയിൽ കൊടുക്കുമ്പോൾ അവരത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറേ ടൈം എടുക്കുന്നുണ്ട്, സ്ലോ ആണെന്ന് പറയുന്നത്. അതാണ് നെഗറ്റീവ്. പോസിറ്റീവ് ഫാക്ടർ എന്താ പറഞ്ഞാൽ ഈ കവർ സിസ്റ്റം കംപ്ലീറ്റ് ഇന്ത്യൻ കമ്പനീസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്, മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സ് മാത്രം കവർ സിസ്റ്റം ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പല കമ്പനീസും സ്ലോ ആണെങ്കിൽ ഇപ്പം അവർ അഡ്വാൻസ്ഡ് ആയി ലെവലിലേക്കാണ് പോകുന്നത്. HBL ആണെങ്കിൽ കിർണലാണെങ്കിൽ ഒക്കെ. പക്ഷേ ഇവരൊക്കെ ലിറ്റിൽ എക്സ്പെൻസീവ് ആണ്. ഈ നമ്മൾ വാല്യൂഷൻ വെച്ച് ലിറ്റിൽ എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇത് അവരെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ഒരു ഫെയർ റേറ്റിലാണ്. 500 rupees പറഞ്ഞാൽ തന്നെ ഫെയർ റേറ്റ്. 10 rupees ഫേസ് വാല്യൂവിൽ HBL പവർ സിസ്റ്റവും കിർണസും നോക്കുകയാണെങ്കിൽ ഒരു ഫെയർ റേറ്റിലാണ് ഈ സ്റ്റോക്ക് കിടക്കുന്നത്. ഓക്കെ, പിന്നെ ഞാനിവിടെ നോട്ട് ചെയ്ത കാര്യം, ഇവർ IPO വന്നതാണ്, റീസെൻ്റ് IPO വന്നതാണ്. അതിൽ 2.9 billion ആണ് അവർ റേസ് ചെയ്തത്. ആ പൈസ ഇവർ ഉപയോഗിച്ചത് സ്പെഷ്യാലിറ്റി കേബിൾ ഡിവിഷൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഇൻ്റർലോക്കിംഗ് സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ടേം ലോൺ റിപ്പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. നല്ല രീതിയിലാണ് ഈ IPO അവർ ഉപയോഗിച്ചിട്ടുള്ളത്. പാസ്റ്റ് 3 കൊല്ലം അവർ സെയിൽസും നെറ്റ് പ്രോഫിറ്റും 28% ആനുവൽ ഗ്രോത്ത് സെയിൽസിലും 45% ആനുവൽ ഗ്രോത്ത് നെറ്റ് പ്രോഫിറ്റും കണ്ടിന്യൂസ് ചെയ്ത് കാണിക്കുന്ന കമ്പനിയാണ്. സോ ഒരു മോശം കമ്പനിയല്ല, മനസ്സിൽ വെക്കുക. അവർ ഡെപ്റ്റ് ടു ഇക്വിറ്റി 5.2 ഉണ്ടായി 2022. അതിപ്പോൾ 1.9 ആയിട്ടാണ് കുറഞ്ഞത്. ഇനി കമ്മിങ് ഇയേഴ്സിൽ അതൊരു ഫുൾ ഡെപ്റ്റ് ഫ്രീ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ 9.8 മില്യൻ്റെ കോൺട്രാക്റ്റാണ് അവർക്ക് കവർ സിസ്റ്റത്തിന് കിട്ടിയത്. അതായത് അവർ ഫിനാൻഷ്യലി 2026 ആകുമ്പോൾ 1200 ലോക്കോമോട്ടീവ്സിൽ ഇത് ഫിറ്റ് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. സോ അവർ വാല്യൂഷൻസ് നോക്കാം. പ്രസൻറ്റ് പ്രൈസ് 520-80 ആണ്. ഒരുപാട് നമുക്ക് കിട്ടില്ല, കാരണം IPO റീസെൻ്റ് വന്നതായതുകൊണ്ട് ഒരുപാട് സംഗതികൾ നമുക്ക് കിട്ടുന്നില്ല. കിട്ടിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഫേസ് വാല്യൂ 10 ആണ്, ഷെയർ ക്യാപിറ്റൽ 10 കോടിയേ ഉള്ളൂ, റിസർവ് 34 ഉണ്ട്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 23%, റിട്ടേൺ ഓൺ ഇക്വിറ്റി 40% അടിപൊളിയാണ്. EPS 14.71 പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 70% സ്റ്റിൽ പ്രൊമോട്ടേഴ്സ് എടുത്ത് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഒരു ഷെയറും പ്ലഡ് ചെയ്തിട്ടില്ല. FIs 2.64%, DAs 14.11% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ സ്റ്റോക്കിൽ പ്രത്യേകത IPO സ്റ്റോക്കിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോക്കിംഗ് പീരീഡ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഈ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ ഒരു സെല്ലിങ് സ്വാഭാവികമായി, ഈ മമത മിഷനിൽ നടന്നതും ലോക്കിംഗ് പീരീഡിൽ വന്ന സെല്ലിംഗ് ആണ്. ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് കുറച്ച് സെല്ല് ചെയ്ത് പോകും. കാരണം അവർക്ക് IPO റേറ്റ്
റീറ്റെയിലേഴ്സ് കൊടുത്ത IPO റേറ്റിനേക്കാൾ എത്ര കുറവിലായും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി നമുക്കൊരു 200% കിട്ടുമ്പോൾ അവർക്ക് 300 മേലെ റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ 300 മേലെ റിട്ടേൺ കിട്ടിയെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു സെല്ലിംഗ് അവിടെ വരും. അവർ പിന്നെ താഴ്ന്ന് വീണ്ടും എൻ്റർ ചെയ്യാതിരിക്കാം. മമത മിഷനറി വേറെ എനർജീസിലൊക്കെ നമ്മൾ കണ്ടതാണിത്. സോ അങ്ങനെ ഒരു പ്രശ്നം IPOയിലുണ്ട്. സോ അത് നോക്കിക്കണ്ട് കുറച്ച് വാങ്ങാം. ആങ്കർ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് അടുത്താണെങ്കിൽ നോക്കിയിട്ട് വാങ്ങാണ്ട് അത് കഴിഞ്ഞാൽ വാങ്ങാം. ചില സമയത്ത് ആങ്കർ ഇൻവെസ്റ്റ് വിറ്റിലാൻ വരും കേട്ടോ, ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് എപ്പോഴും IPO കമ്പനീസ് ഉണ്ട്. IPO വന്ന് ലിസ്റ്റ് ചെയ്ത കമ്പനിക്ക് ഒരു 2-3 മന്ത്സ് കഴിഞ്ഞാൽ അവരെ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ സ്വാഭാവിക സെല്ലിംഗ് ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലുണ്ടാവണം. പക്ഷേ ഈ കമ്പനി കവർ സിസ്റ്റത്തിൽ വെച്ച് നോക്കാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കമ്പനിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിഫൻസിലും അവരുണ്ട്. സോ ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കാൻ സാധ്യതയുണ്ട്. ഒരു 2027 ആകുമ്പോഴേക്കൊക്കെ നല്ലൊരു റിട്ടേൺ. ഈ പറയും പോലെ അവരെ ബീം കേബിൾസ് അത് മാൻഡേറ്ററി ആക്കുകയാണെങ്കിൽ 100% നല്ല ഒരു വളർച്ച സാധ്യതയുള്ള സ്റ്റോക്കാണ് ഈ പറഞ്ഞ സാധനം. പക്ഷേ എടുത്തിയാൾ വാങ്ങേണ്ട. മാർക്കറ്റ് കണ്ടീഷൻസ് എപ്പോഴും നോക്കുക എൻട്രി ചെയ്യുമ്പോൾ. സ്ലോലി എൻട്രി ചെയ്ത് എന്തായാലും അടുത്ത ആഴ്ച വാങ്ങാം എനിക്ക് തോന്നുന്നു. കാരണം ശനിയാഴ്ച അനൗൺസ്മെൻറ്റ്സ് വരുമ്പോൾ എന്തായാലും കവർ സിസ്റ്റത്തിന് അനുകൂലമായ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റോക്ക് അതിന് കൊടുക്കുന്ന റെയിൽടെൽ, ഇർക്കോൺ, ആർബിനിലൊക്കെ കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ ആസ് യൂഷ്വൽ ഇത് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിന് അഡ്വൈസ് ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് അല്ലെങ്കിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എപ്പോഴും വീഡിയോസിന് കമൻറ്റ് ചെയ്യുക, എൻ്റെ വീഡിയോസ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ പേഷ്യൻ ലിസണിങ്. താങ്ക് യു.